ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. ഒരു സ്റ്റാർട്ടർ ഐറ്റോ അല്ലെങ്കിൽ സൈഡ് ഡിഷൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഡ്രാഗൺ ചിക്കൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഡ്രാഗൺ ചിക്കനാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ്റെ ബ്രസ്റ്റാണ് കേട്ടോ, എല്ലില്ലാത്ത ഭാഗം. ഞാൻ 2 ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തത്. കണ്ടില്ലേ, ഇത്രയും വീതി വേണ്ട. ഇതൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്യട്ടോ. ശരിക്കും അധികം വീതി ഇല്ലാണ്ട് എടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാണ്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, 3 ടേബിൾ സ്പൂണ് മൈദ, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. ഒരു കോഴിമുട്ട മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പെപ്പർ, കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാലിട്ട് ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഈ കാണുന്ന പാകമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരുപാട് ലൂസുമല്ല, ഒരുപാട് കട്ടിയുമല്ല. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാം ചേർത്തതിന് ശേഷം എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ മാക്സിമം 1 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും മസാലയൊക്കെ നല്ലപോലെ നമ്മുടെ ചിക്കനിൽ പിടിക്കുകയും ചെയ്യും. ആ ഒരു സമയം കൊണ്ട് ഞാൻ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ, മഞ്ഞ ചോപ്പ്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ചൂടിൽ തന്നെ ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അതിനുശേഷം 2 ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഫ്രൈ ആകുമ്പം ഇതുപോലെ വിട്ട് വരും ചെയ്യും കേട്ടോ. ഇതുപോലെ 2 ഭാഗവും ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാൻ 2 ഭാഗമായിട്ടാണ് അത് ഫ്രൈ ചെയ്തത്. ചിക്കൻ മുഴുവനും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അടി കട്ടിയുള്ളൊരു പാത്രം, ഒരു കടായി വെക്കുക. അതിലേക്ക് ഫ്രൈ ചെയ്ത ഓയിലിന് ഒരു 2 ടീസ്പൂൺ ഇതുപോലെ ചേർക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു സവാള കേട്ടോ, ഒരു വലുപ്പമുള്ള സവാളയാണ്, ക്യൂബ് സൈസിൽ കട്ട് ചെയ്തിട്ട് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റി ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലേക്ക് മാറും. ഈ കാണുന്ന രീതിയിൽ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. അതും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണ് ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ വിഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ ഇതെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സോസൊക്കെ ഇതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന റെഡും ഗ്രീനുമാണ്. അത് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ, കുറച്ചെടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഉള്ളിത്തണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. അതൊക്കെ കുറച്ച് മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ആ ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ഒരു പച്ചച്ചുവന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് സോയാ സോസ് ചേർക്കാം കേട്ടോ. ഞാൻ ആ കുപ്പിയുടെ മൂടിയിൽ 1/2 മൂടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനിൽ വീതിയുള്ള പീസ്, അതായത് കട്ടിയുള്ള പീസായതുകൊണ്ട് അത് നടു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചിക്കൻ എടുക്കുമ്പം സ്ലൈസ് ചെയ്യുന്ന സമയത്ത് കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്യുക. ചിക്കനും ചേർത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു 2 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. നമ്മൾ ആ സോസൊക്കെ ചിക്കനിൽ നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടൊന്നു അതുകൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വെള്ള എള്ളില്ലേ, അതാണ് ഇതിൻ്റെ മാസ്റ്റർ പീസ് കേട്ടോ. കാരണം ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. പിന്നെ വൈറ്റ് എള്ള് നല്ലതുമാണ്. അതും കൂടി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്പ്രിംഗ് ഓണിയനും കൂടി ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നല്ല ചൂടോടെ തന്നെ ഈ ഒരു ഡ്രാഗൺ ചിക്കൻ എപ്പോഴും കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കണം കേട്ടോ. അതാണ് ഏറ്റവും ടേസ്റ്റ്.
എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് കുത്തി ഇങ്ങനെ കഴിക്കുക. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബായ്.